മലപ്പുറം ജില്ലാ ക്യാമ്പിൽ CPIഎമ്മിനെതിരെ വിമർശനമുയർന്നു. CPIഎം തിരുത്തിയില്ലെങ്കിൽ ഇടതുമുന്നണി പൊളിയുമെന്ന പ്രതിനിധികളുടെ അഭിപ്രായം. ആഭ്യന്തര വകുപ്പ് ദുർബലമെന്നും വിമർശനമുയർന്നു. CPIഎം കടുംപിടുത്തം തുടരുകയാണെങ്കിൽ കോൺഗ്രസുമായി സഖ്യം വേണമെന്ന് പൊന്നാനിയിൽ നിന്നുള്ള ഒരംഗം ആവശ്യപ്പെട്ട് കളഞ്ഞു. സമീർ ബിൻ കരീം തിരൂരിൽ നിന്ന് മറ്റു വിവരങ്ങൾ നൽകും. സമീർ ബിൻ കരീം, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. SKN കഴിഞ്ഞ ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് മലപ്പുറം ജില്ലാ CPIയുടെ നേതൃ ക്യാമ്പ് തിരൂരിൽ വെച്ച് നടന്നത്. ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതിൽ നടന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് പ്രധാനമായും ഈ CPI നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ CPM തിരുത്തിയില്ലെങ്കിൽ ഇടതുമുന്നണി തകർന്നടിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ അല്ലെങ്കിൽ അതിന് ബലം സൂചിപ്പിക്കുന്ന കാര്യം ഇതാണ്. അതോടൊപ്പം തന്നെ CPM കടുംപിടുത്തം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും CPI കടുത്ത അവഗണന നേരിടുന്ന മുന്നണിയിൽ. അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായുള്ള സഖ്യം ആലോചിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര തലത്തിലൊക്കെ തന്നെ കോൺഗ്രസുമായി സഹകരിക്കുമ്പോൾ എന്തിന് സംസ്ഥാന തലത്തിൽ മാത്രം ഇത്ര അവഗണന സഹിച്ചുകൊണ്ട് ഈ കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കണമെന്നൊരു ആവശ്യമാണ് പൊന്നാനിയിൽ നിന്നുള്ള CPIയുടെ പ്രതിനിധി ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആഭ്യന്തര വകുപ്പ് ദുർബലമാണെന്നും ഒപ്പം തന്നെ പോലീസിനൊക്കെ തന്നെ ഈ കയറൂരി വിട്ടൊരു സമീപനമാണ് നിലവിലുള്ളത്. പലപ്പോഴും പോലീസ് പാവപ്പെട്ടവന്റെ മേലെ കുതിര കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം തന്നെ നിയന്ത്രണ വിധേയമാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലെല്ലാം തന്നെ ഒരു തിരുത്തൽ നടത്തിയില്ലെങ്കിൽ CPIയും വരും തിരഞ്ഞെടുപ്പുകളിൽ തകർന്നടിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ ഈ പൊന്നാനിൽ നിന്നുള്ള അംഗം ഈ മീറ്റിംഗിൽ ആവശ്യപ്പെട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് CPMന്റെ ഒരു യോഗമായിരുന്നു, ഒരു ക്യാമ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നേതാക്കൾ ഉടൻ തന്നെ ഇടപെട്ടുകൊണ്ട് ഇത്തരം ഒരു വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു ഇടമല്ല ഈ ക്യാമ്പ്. അതുകൊണ്ട് തന്നെ പിന്നീട് മറ്റൊരു തലത്തിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നേതാക്കളുടെ അഭിപ്രായ പ്രകടനത്തെ വിലക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ക്യാമ്പിൽ ഉണ്ടായത്. ഏതായാലും കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം അടക്കം CPMനെതിരെ ഈ ക്യാമ്പിൽ വെച്ച് തന്നെയാണ് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞിരുന്നത് CPM ജനങ്ങളിൽ നിന്നും അകന്നിരിക്കുകയാണ്. പണക്കാരന് വേണ്ടി ദാസ്യപ്പണി ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾ പാർട്ടിയെ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ CPM എല്ലാ തരത്തിലും തിരുത്തണമെന്നുള്ളതായിരുന്നു ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടിരുന്നത്. നമുക്കൊപ്പം ചേർന്ന് സമീർ ബിൻ കരീമാണ് തിരൂരിൽ നിന്ന്.